എല്ലാ വർഷവും ഈ സമയമാകുമ്പോൾ തല പൊക്കണ ചില ടീമുകളുണ്ടല്ലേ, പാമ്പുകളെ എണ്ണം കൂടി വരെയല്ലേ. മനുഷ്യനെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപദ്രവിച്ചാലാണ് കടിക്കുന്നത്. ചില പാമ്പുകൾ ഉപദ്രവിക്കാതെ കടിക്കുന്നു. ഇത് ഉപദ്രവിക്കാനില്ല, അങ്ങോട്ട് ഉപദ്രവിക്കാതെ വീണ്ടും കടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് പ്രശ്നങ്ങൾ ഒരുപാട് വഷളായിക്കൊണ്ടിരുന്നു. അതിന് ഗുളികകളൊക്കെ കഴിച്ചു. ആ ഗുളിക നിർത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പം വീണ്ടും ഗുളിക കഴിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ കുടുംബക്കാരെ മൊത്തവും പറഞ്ഞു, പിന്നെ നാട്ടുകാരെ മണ്ടേ കയറി, അവരെ വീട്ടിലുള്ളവരെ ചെന്ന് കുട്ടികളെ ആയിരുന്നാലും എന്തോ ഒരു കഷ്ടമായിരുന്നു. ആ കുട്ടികളെ, ആ ഉമ്മായെയും വാപ്പായെയും ഒക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് തോന്നുന്നു ഇത് ആരെ പറ്റിയാണ്? ഹലാലാണ്, ഹലാൽ. ഇത് ആരെക്കുറിച്ചാണ് പറയണതെന്ന് ഒരു ഡൗട്ടുണ്ടാ? നിനക്കുണ്ടാ? എനിക്കൊരു ഡൗട്ട്. വേറെ ആരുമല്ല, നമ്മുടെ ഷാജിയെ പറ്റിയാണ് ഈ പറയണത്. ഷെരീഫുമായിട്ടുള്ള വിഷയം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഷെരീഫിന്റെ വീട്ടിൽ പോയി അടിയുണ്ടാക്കി. അതുമാത്രമല്ല, ഷാജിദാരെ വീട്ടിൽ ഒരുപാട് വിഷയങ്ങളാക്കി. ആ ഉമ്മായ വരെ ഉപദ്രവിച്ചു. ഉമ്മാരെ തുണിയില്ലാത്ത പിക്ചർ വെളിയിലിടുമെന്നും പറഞ്ഞ് ആ വീഡിയോയും എടുത്ത് വെളിയിലിട്ടു. ഉമ്മായ വെട്ടോത്തിയും കൊണ്ട് ഒട്ടിച്ചു. ഇവിടെയൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. ആ സമയത്ത് ഗുളിക തീർന്നായിരുന്നു. ആ ഗുളിക തീർന്നപ്പോൾ ഷാജിദാക്ക് കൊണ്ടങ്ങ് ഇളകി. കഴിക്കുമ്പോൾ വിഷയമില്ല, നിർത്തുമ്പോൾ വീണ്ടും തുടങ്ങും. എന്നിട്ട് വന്നിരുന്ന് ലൈവില് വന്നിട്ടിരുന്ന് പൂര വിളി തന്നെയായിരുന്നു. ഫുള്ള് തള്ളലും ഉണ്ട്. ആ കമന്റുകൾക്ക് റിപ്ലൈ കൊടുക്കണത് അതിനെക്കാട്ടി കഷ്ടം. അതിനകത്ത് വന്നിരുന്ന് എന്താണ് പറയണേന്ന് അറിഞ്ഞൂടാ. വായി തോന്നണത് അങ്ങ് വിളിച്ച് പറയുകയാണ്. അതൊക്കെ പോട്ട് പാസ്റ്റ്. കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് നമ്മളൊക്കെ പോയി ഒരുപാട് പച്ചിറച്ചി തിന്നുന്ന ആൾക്കാർ വന്നിരുന്ന് തിന്നു. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഷാജിയുടെ സ്വഭാവത്തിലും സംസാരത്തിലൊക്കെ മാറ്റം വന്നു. പുള്ളിക്കാരി മൊത്തത്തിൽ മാറിപ്പോയി. നോമ്പിനൊക്കെ ശേഷം കുറച്ചും കൂടെ സബ്സ്ക്രൈബേഴ്സിനെയും കുറച്ചും കൂടെ സപ്പോർട്ടേഴ്സിനെയൊക്കെ വേണമല്ലോ, കുറച്ചുകൂടെ പൈസയൊക്കെ വേണമല്ലോ. അതുകൊണ്ട് പുള്ളിക്കാരിയുടെ സ്വഭാവത്തിലും സംസാരത്തിലും ഒക്കെ നല്ല വ്യത്യാസം വന്നു. വീണ്ടും തലപൊക്കിയിരിക്കുകയാണ്. പത്തി വിടർത്തി തുടങ്ങി. വേറെ ആരുടെ അടുത്തും അല്ല, ഷെരീഫിൻ്റെ അടുത്താണ്. ഷെരീഫ് കേസൊക്കെ കൊടുത്താണ്, അതെല്ലാവർക്കും അറിയാം. വീട്ടിൽ എവളെ അടിക്കാൻ കയറിയത് ഷെരീഫിൻ്റെ ഉമ്മായും വാപ്പായൊക്കെ ചീത്ത വിളിച്ച് ആ കുഞ്ഞു മോളെ പോലും വെച്ചിട്ട് ഷെരീഫിനെയും ചേർത്ത് പറഞ്ഞ ഒരു മോളാണ് എവള്. ആ മോളെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് രംഗത്ത് വന്നു. ആ സമയത്ത് അവൾ നല്ല രീതിക്ക് ആദ്യം ഇരുന്ന് വീഡിയോ ചെയ്യുമായിരുന്നു. ദാണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു, ഇങ്ങനെ ഇരിക്കുമായിരുന്നു. നല്ല ആൾക്കാരാണെന്നാണ് വിചാരം. അതൊക്കെ നിങ്ങളുടെ തോന്നലാണ്. അവരെ മനസ്സെങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ ഇരിക്കണവരതും അല്ലാത്തവരെ മനസ്സ് ഇത് പറയണ ഒരുപാട് പേരുണ്ട്. എന്തിനാണ് അങ്ങനെ പറയണത്? ആളുകളെന്ന് തട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ എടുത്തതിന് ശേഷം വീണ്ടും നോമ്പിൻ്റെ സമയമായപ്പോൾ ഇപ്പം ഈ ഇടയ്ക്ക് ഷെരീഫുമായിട്ടുള്ള വിഷയം കഴിഞ്ഞു. നോമ്പിൻ്റെ ഇടയ്ക്ക് പോയി ഷെരീഫിൻ്റെ ഉമ്മായെയും വാപ്പായെയൊക്കെ ഇവിടെ റോഡിലോ കൊണ്ട് വെച്ച് കണ്ടു. ഷെരീഫിൻ്റെ അടുത്തും കാലിൽ വീണു മാപ്പ് പറഞ്ഞു. അന്ന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇവളെ ഒരു ഇത് വെച്ചിട്ട് വിചാരിക്കും, നാല് മക്കളല്ലേ? 5 കൺഫ്യൂഷനായി. 5 മക്കൾ, 4-5 മക്കളുണ്ട്. അപ്പം ഈ മക്കളെ വിചാരിച്ചിട്ട് ഓരോരുത്തരും പൈസ അയച്ചു കൊടുക്കും. ഒരുപാട് കിട്ടിയവർക്ക് ഗൾഫിൽ നിൽക്കണവരായിരുന്നാലും ഒരുപാട് അയച്ചു കൊടുക്കും. ഇടയ്ക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, മറ്റേ കാളിയായിട്ട് ഇങ്ങനെ നിന്നതിന് ശേഷം പാവമായ ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ ആൾക്കാർ കുറേ പേര് വീണ്ടും എന്നിട്ട് കുറേ പൈസ അതിലും അയച്ചു കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ബാക്കി ഇനി ഒരു ചേഞ്ചാണ് കാണാൻ പോകുന്നത്. ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താന്നിങ്ങനെ നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയലന്റ് ആവും. എന്തോ പ്രശ്നമുണ്ട്, സീരിയസ് ആയിട്ടുള്ള എന്തോ പ്രശ്നമുണ്ട്. നോമ്പിന്റെ തലേ ദിവസം പോയി എല്ലാവരടുത്തും പൊതുവെ സോഷ്യൽ മീഡിയ വഴി വന്നിരുന്നും കൊണ്ട് എല്ലാവരും എനിക്ക് പൊരുത്തം തരണം. എന്നിട്ട് വീട്ടിൽ പോയി മമ്മീരം കാല് പിടിച്ചിരിക്കും. ഉമ്മാരെ കാലും പിടിച്ചു. ഉമ്മാരെ കാല് പിടിക്കാൻ പോയി, ഉമ്മ കാല് പിടിക്കാൻ സമ്മതിച്ചില്ല, ഉമ്മ ഓട്ടിച്ച്. അതാണ് സത്യം. ഉമ്മ ഓട്ടിച്ച്. വീഡിയോയിൽ അവൾ അത് കാണിക്കുന്നില്ല, അല്ലാതെ ചെന്ന് ഉമ്മയെ കെട്ടിപ്പിടിക്കണതേ അവൾ കാണിക്കുന്നത്. സത്യം പറഞ്ഞ ഉമ്മ ഓട്ടിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് എടുത്ത് വീഡിയോ ഇട്ട് പുറത്തേക്ക് കാണിക്കുന്നത്? എന്തിനു? സിമ്പതിക്ക് വേണ്ടിയിട്ട്. വല്ല കിട്ടണം. മക്കളെ 4-5 മക്കളെ വളർത്തണം. 5 മക്കളാണ്. മക്കളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പേരെ വെച്ച് തട്ടിച്ച് ഉണ്ടാക്കി. സ്വർണ്ണമായിരുന്നാലും സത്യം. ഇതൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ അവളെ ആരും ഒന്നും പറയണത് ഇഷ്ടമല്ല. എങ്കിന്നാ നീ അങ്ങ് നിർത്ത്.
നീ നിർത്ത്. നോമ്പിൻ്റെ തലേ ദിവസം പോയി ഷെരീഫിൻ്റെ വീട്ടുകാരെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു, ഉമ്മാരുടെ അടുത്ത് മാപ്പ് പറഞ്ഞു. ഉമ്മായെയൊക്കെ അറം പറ്റിയ വാക്കാണ് അവൾ വിളിച്ചത്. ആ ഒരു കുഞ്ഞു മോള, ആ 2 മക്കളെ വെച്ചിട്ട് വിളിക്കണം എന്ന് പറഞ്ഞാൽ അതിനെ വെച്ചിട്ട് ഷെരീഫിനെയും ചേർത്താണ് വിളിച്ചത്. അവൻ അങ്ങനെ കേസ് കൊടുത്തു. കേസ് വിലക്കോന്നായി. കേസ് ആയപ്പം ഇവള് കാല് പിടിക്കാൻ തുടങ്ങി. ഉമ്മാരെയും പപ്പാരെയും കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് ഇനി എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവൂല എന്ന് പറഞ്ഞ്. ഷെരീഫ് ഷാജിദായ ഒന്നും പറഞ്ഞിട്ടില്ല ഈ ഒരു പ്രശ്നത്തില്. കാല് പിടിച്ചതിന് ശേഷം മിണ്ടിയിട്ടില്ല. നല്ലതാക്കിയാണ് പറയണത്. അവളെ വിട്ടു. ഷെരീഫിനെ അങ്ങ് എടുത്തിട്ട് കോടയുവാ. ഇപ്പൊ ഇടയ്ക്ക് വെച്ച് വീണ്ടും പൈസ കിട്ടി. പണം കയറി തുടങ്ങി. ആളുകൾ കൊടുത്തു. നോമ്പിന് ആളുകൾ നല്ല ഫുഡ് വാങ്ങിച്ച് കഴിക്കൂ, അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് വാങ്ങിച്ചിടൂ, മോളെ വീട് വെക്കൂ എന്ന് പറഞ്ഞു. അസ്സലാമലൈക്കും വേറൊരു രീതിയാണ്. അസ്സലാമലൈക്കും, അൽഹംദുലില്ലാ, എനിക്ക് മക്കൾക്ക് സുഖം, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. ഇങ്ങനെ കുറച്ച് പേരുണ്ട്. അസ്സലാമലൈക്കും, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്താ തുടങ്ങി. ടോണിലൊക്കെ ഒരു വ്യത്യാസമാണ്. ചീത്ത വിളി തുടങ്ങിയിട്ടുണ്ട്. സുഖല്ലേ? അപ്പൊ നമ്മളെ ഷെരീഫ് മോന് ഒരു മറുപടി കൊടുക്കണ്ടേ നമുക്ക്? അവനിപ്പോ വീഡിയോ ഇട്ടിട്ടുണ്ടേ, എന്റെ ഇക്കാനെ ഞാൻ കൊന്നു. കൊടുക്കണം, മറുപടി കൊടുക്കണം. കൊടു നിന്റെ ശൈലിയിൽ തന്നെ കൊടു. അഭിനയമൊക്കെ വിട്ടിട്ട് ഒറിജിനൽ ഷാജി അങ്ങോട്ട് പുറത്തോട്ട് വരിക എന്ന് പറഞ്ഞിട്ട് ആടാ ഞാൻ കാണിച്ചു തരാൻ എനിക്ക് തെളിവ്. പിന്നെന്താ പറഞ്ഞത്? നീ ഞാനിക്ക മരിച്ചപ്പോ മയ്യത്ത് കൊണ്ടുവന്നപ്പോഴാണ് ആ വീട്ടിലേക്ക് കയറിപ്പോയിന്ന്. ആണോ? ഷോ ഭയങ്കര അറിവാണല്ലോ നിനക്ക്, ഭയങ്കര അറിവാണ്. എടാ മൈ ഗുണാപ്പൻ ഷെരീഫേ, അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ ഇത് കാണല്ലേ? നിങ്ങളൊക്കെ കാണുന്നുണ്ടോ ഈ കുട്ടി ഇതേ കണക്ക് വിളിക്കുന്നത്? ഇതൊക്കെ കേൾക്കണുണ്ടോ? ഇതിന്റെ വായിന്ന് തന്നെയാണോ ഈ വരുന്നത്? ഷോ ഇതൊക്കെ പാപമല്ലേ? നമ്മളൊന്നും വിളിക്കൂല കേട്ടാ. ഷാജിദ ഇപ്പൊ തിന്നണ ആരെ ഇറച്ചിയാണ്? അത് പച്ചിറച്ചി തിന്ന ആൾക്കാരെ പച്ചിറച്ചി. നീ സെരീഫിന്റെ മോൾ, ആ കുഞ്ഞു വാവേരെയും അവന്റെ ഭാര്യരെയും പച്ച ഇറച്ചിയാണ് നീ തിന്നണത് സാജിദ പറഞ്ഞല്ലോ. ഈ ഷെരീഫൊക്കെ എന്താണ് ഇവര് പച്ചിറച്ചിയാണ് തിന്നുന്നത്. എന്നിട്ട് ആ ആളെ കുറച്ചിരുന്ന് കൂട്ടാൻ പറയുന്നത്. കറക്റ്റ് 1 മാസം 30 ദിവസം സാജിദ സെരീഫിന്റെ പച്ച ഇറച്ചി തിന്നില്ല. സെറീഫ് നിന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇപ്പൊ സാജിദ ഇരുന്നും കൊണ്ട് ആ കുഞ്ഞു മോള ഉൾപ്പെടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ്, ഭാര്യരെയും എല്ലാരെയും ഫോട്ടോ എടുത്ത് തമിഴിൽ വെച്ചിട്ടാണ് സാജി പച്ച ഇറച്ചി തിന്നണത്. കുട്ടി പറയൂ. എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, എടാ മയ്യേ, ഫസ്റ്റ് മനസ്സിലാക്കിട്ട് സംസാരിക്കും. ആ വാക്കേ എൻ്റെ രമേ എന്നാണ് വിളിച്ചത്. ഒരു സായിപ്പത്തി വെള്ളത്തിൽ ചാടിയപ്പോ സായിപ്പ് കരയിൽ നിന്നും കൊണ്ട് വിളിച്ചത് എൻ്റെ രമേ എന്ന് വിളിച്ച ആ രമേ എന്നാണ് സ്നേഹത്തോടെ പത്തി വിടർത്തിക്കൊണ്ട് നീട്ടി വിളിച്ചിരിക്കണത്. ഗുളിക തീർന്നു, ഗുളിക ഇനി കഴിക്കണം, ഇങ്ങനെയൊന്നും പറയണ്ട. സ്നേഹമുള്ള ജനങ്ങളെ വാങ്ങിച്ചു കൊടുക്കും ഗുളിക. സെറീഫിന്റെയും കുടുംബത്തിന്റെയും പച്ച ഇറച്ചി തിന്നെയാണ് കേട്ടോ. ഞവിച്ച് കയറുന്നുണ്ട്. 2 കൈയും കൊണ്ട് അങ്ങ് ഞൊവിക്കുന്നുണ്ട്. കുടുംബത്തിനെ ഇപ്പൊ കിട്ടിയോ അങ്ങ് കീറി തിന്നും. 10-15 കൊല്ലം ജീവിച്ച എന്റെ കൂടെ ജീവിച്ച ഞാൻ കൂടെ കിടന്ന എന്റെ ഇക്ക മരിച്ചാല് മരിപ്പ് കൊണ്ടുമ്പോ അല്ലടാ മൈ മോനെ ഞാൻ അവിടെ എത്തിയത്. എടാ മൈ മോനെ, രാത്രി നീ ആലോചിച്ചോ, രാത്രി 9:30 എന്റെ. നിങ്ങളൊക്കെ ഇത് കാണുന്നുണ്ടല്ലോ, സാജിയെ സ്നേഹിക്കുന്ന എല്ലാരും ഇത് കാണുന്നുണ്ടല്ലോ. ഇടയ്ക്ക് വെച്ചൊന്ന് താഴ്ന്നു. ഞാനിതാ പൊങ്ങുകയാണ്. പത്തി നീട്ടി വിടർത്തി തുടങ്ങി. മാഷാ അല്ലാ, മാഷാ അല്ലാ. വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എന്റെ മോന് ബർത്ത്ഡേ ഡ്രസ്സ്, എന്റെ മോന് ബർത്ത്ഡേ 27-ാം തീയതി എന്റെ മോന്റെ ബർത്ത്ഡേ, സെപ്റ്റംബർ 27 എന്റെ മോന്റെ ബർത്ത്ഡേ, ചെറുതിന്റെ 23-ാം തീയതി ഇക്ക മരിക്കുന്നത്, 27-ന് എന്റെ ഇക്ക ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ട് ഒരു കയ്യബദ്ധം നാറ്റുകരുത്. വാട്സപ്പിൽ ഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ട്. നമ്മളെ പത്തിരിപ്പാല മണ്ണൂരുള്ള ഷോപ്പില്, ആ ഷോപ്പിൽ എന്റെ ഇക്ക കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. മൈ ഗുണാപ്പൻ
ഗുണാപ്പൻ ഷെരീഫെ. കേട്ടല്ല കുണാപ്പ ഷെരീഫെ, നീ കേട്ടല്ല, എന്റെ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ചെയ്തിട്ടുണ്ടെന്നല്ലേ പറയുന്നത്. ഡ്രസ് അയച്ചു തന്നു, ഇതെല്ലാം ചെയ്തു. പിന്നെ എന്തുകൊണ്ടാണ് ആള് വിട പറഞ്ഞത്? ഷെരീഫ് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. കേക്കാം. അങ്ങനെ പറയരുത് പ്ലീസ്. അവിടെ ഫില്ല് ചെയ്യണം. ഡാഷ് അടുത്ത വീഡിയോയിൽ ഫില്ല് ചെയ്യണം പ്ലീസ്. മൈ മോനെ എന്ന് വിളിച്ചിട്ട് ഡാഷ്. അപ്പൊ അതിന്റെ കുറച്ചുകൂടി അത് എന്താണെന്ന് ഫില്ല് ചെയ്യണം. നിങ്ങൾ ഈ സാജി ഇഷ്ടപ്പെട്ട് പണം അയച്ചു കൊടുക്കുന്ന ഡ്രസ്സ് ഇപ്പൊ ഈ ഇടയ്ക്ക് ഡ്രസ്സ് കിട്ടിയെടുത്ത് നൂത്ത് കാണിക്കുന്നുണ്ട്. ഫുഡ് വാങ്ങിച്ച് കഴിക്കാനൊക്കെ നോമ്പിന് കൊടുത്തല്ലോ. ആ നാക്കുകൊണ്ടാണ്, ആ തിന്ന അതേ നാക്കുകൊണ്ടാണ് നമ്മുടെ സാജിദ ഇരുന്ന് പറയണം. നിങ്ങൾ കേട്ടാ? ഷാജി ഇഷ്ടപ്പെടുന്ന സഹൃദരായ ജനങ്ങളെ, നിങ്ങൾ ആ ബ്ലാങ്ക് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാക്കുകളൊന്ന് കമന്റ് ചെയ്ത് കൊടുക്കൂ ഷാജിക്ക്. ഷെരീഫിനെയും കുടുംബത്തിനെയും പറയണതാണ്. ആ വാപ്പായെ ഉമ്മായെ എല്ലാരെയും ചേർത്ത്. ആ പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഷെരീഫിന്റെ ഭാര്യ. ഈ 2 മക്കളുണ്ടല്ലോ, കുഞ്ഞു മക്കൾ. ആ കുഞ്ഞു മക്കളെയും കൂടെ ചേർത്താണ് പറയടി. ഓർഡർ ചെയ്തിട്ട് ഒരു 8:30-9 മണി. പിന്നെ എന്റെ അവിഹിതം പിടിച്ചു. എവിടെടാ മൈ മോനെ തെളിവ്? എന്റെ ഒക്കെ ഖബറിന്ന് എണിച്ചു വന്നിട്ട് പറഞ്ഞോടോ എന്നെ കൊന്നതാണ് അവള്. തെളിവ് ആരെയൊക്കെ പിടിച്ചെന്ന് ഷെരീഫ് പറഞ്ഞെന്ന്, എവളെ കാമുകന്മാരെ പിടിച്ചെന്ന്. അത് തന്നെ ഷെരീഫ് കൊടുക്കട്ടെ. എൻ്റെ തെളിവ് ഇത്ര ഒരു കട്ടിക്കുള്ളൊരു മാല ഗൾഫിൽ നിന്ന് ഏതോ ഒരുത്തനെ പറ്റിച്ചു കെട്ടാന്നും പറഞ്ഞ് അവനെ എവള് കല്യാണം കഴിക്കാന്നും പറഞ്ഞുകൊണ്ടൊക്കെ അങ്ങനെയൊക്കെ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടായി. കൊച്ചു പയ്യൻ വേറൊരു മുതുക്കനും ഉണ്ടായിരുന്നു. വേറൊരു കൊച്ചു പയ്യൻ അങ്ങ് കാസർഗോഡുള്ള. എന്നിട്ട് തെളിവ് ചോദിക്കണം. അവൻ വളയിട്ട് വെച്ചിരുന്ന പെണ്ണിനെ വരെ അവൻ ഉപേക്ഷിച്ചിട്ടാണ് അവനെ വിളിച്ചോണ്ട് പോയത്. എവിടെയൊക്കെയോ കൊണ്ടുപോയി കറങ്ങി. എന്നിട്ട് ഷെരീഫ് എല്ലാം തെളിവ് വെച്ച് കൊണ്ട് കുട്ടി ഇപ്പം ഭയങ്കര വിഷമത്തിലായിരുന്നു. ഇടക്കാലത്ത് ഷെരീഫ് കേസ് കൊടുത്തത് കാരണം ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ ഷെരീഫിൻ്റെയൊക്കെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു. ഇവളെ അടവായിരുന്നു ആ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട്. നീ പൂർത്തിയാക്കി വിളി, നീ പൂർത്തിയാക്കും. മൈ ഡാഷ് മോനെ എന്ന് വിളിക്കാതെ നീ അത് പൂർത്തിയാക്കി പറ. ഇനിയിപ്പോ അടുത്ത നോമ്പ് വരെ ഇതൊക്കെ കാണേണ്ടി വരുമല്ലോ. ഇനിയിപ്പോ അടുത്ത നോമ്പ് വരണത് വരെ നീ അങ്ങ് ഇട്. നീ ഷെരീഫിന്റെയും കുടുംബത്തിന്റെയും പച്ച ഇറച്ചി തിന്ന്. ഇനിയിപ്പോൾ ഓരോരുത്തരായിട്ട് തുടങ്ങും കേട്ടാ. ഇനിയിപ്പോൾ എവളെ ബന്ധുക്കാരൊക്കെ ഉണ്ട്, എവളെ പഴയ വീട്ടിൽ ഉമ്മ താമസിക്കുന്നതിൻ്റെ അടുത്ത്, അവരെ എല്ലാരെയും വെച്ചിട്ട് ഇനിയിപ്പോൾ അങ്ങ് തുടങ്ങും. ഇനിയിപ്പോൾ കാച്ചും. ഇവള് കാച്ചാണ്. 3-4 ദിവസം കൊണ്ട് തുടങ്ങിയതാണ്. ഷെരീഫിൻ്റെയും കുടുംബത്തിൻ്റെയും ഫോട്ടോയും എല്ലാം ഇട്ട് ആ കുട്ടികളെ വെറും മോശമായിട്ടുള്ള രീതിക്ക് ഇത് കണക്ക് ഡാഷ് 2-3 ലൈവൊക്കെ ചെയ്തു ഇവള്. ഡാഷ് മോനെ, എനിക്ക് എന്റെ ഇക്ക അത്ര കോഴനല്ലടാ. പെണ്ണിന്റെ അവിഹിതം കണ്ട മരിക്കാൻ അത്ര തരം താഴുന്ന രീതിയിൽ മരിക്കേണ്ട രീതിയിലല്ല. കാരണം അടിച്ച് പുകച്ചിട്ട് ആള് പോവുള്ളൂ. എന്റെ കാരണം അടിച്ച് പൊളിച്ചിട്ടേ ആള് ഈ ദുനിയാവുന്ന് പോവുള്ളൂ. കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആണ് എന്റെ ഇക്ക, അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ഓക്കെ മോൻ, ഓക്കെ. പിന്നെ നിങ്ങളെ ഇപ്പൊ ഇവരെ കൈ കിട്ടിയ പിഴിഞ്ഞ് നാരങ്ങ വെള്ളം ഉണ്ടാക്കണ പരുവാക്കും. അവള് കൊറേ നേരം കൊണ്ട് പിഴിഞ്ഞിട്ട് അവള് ഇടിക്കുന്നുണ്ട് ഷെരീഫേ നിന്ന. ഇത് വല്ല ആവശ്യം ഉണ്ടായിരുന്ന? കാലില് വന്ന് ഇങ്ങനെ നമസ്കരിച്ചപ്പോ നിങ്ങളെയൊക്കെ കാല് ഈ ഷെരീഫിന്റെ ഉമ്മായൊക്കെ കാലങ്ങോട്ട് വലിക്കാൻ അവള് മൂക്കും കുത്തി തറയെ വീണനായിരുന്നല്ല. വല്ല ആവശ്യം ഉണ്ടായിരുന്ന? ഈ പണിക്ക് പോണോരുന്നാ? എന്നിട്ട് നല്ലതാക്കിയിട്ട് ഷാജിദാരെ കാര്യം ഞാൻ വിട്ടു എന്നല്ലേ ഷെരീഫ് പറഞ്ഞത്. ഞാൻ ഇനി മിണ്ടൂല. വന്ന് മൊത്തത്തിൽ മാപ്പ് പറഞ്ഞു. എനിക്കങ്ങ് ഭയങ്കര വിഷമായി. ഉമ്മാക്ക് വിഷമായി, വാപ്പാക്ക് വിഷമായി. ഇപ്പം കണ്ട ഇവളെ അടവായിരുന്നെന്ന് മനസ്സിലായ. ഇവക്ക് റീച്ച് വേണം, ഇവക്ക് സബ്സ്ക്രൈബ് വേണം, ഇവക്ക് പണം വേണം. അതിന് വേണ്ടിയിട്ട് ഇവള് കളിച്ച കളിയാണ്. ആ നോമ്പ് 30 ദിവസം വരെ മിണ്ടിയില്ല. ഇപ്പം ഇവള് നാക്ക് തുറന്ന. ഇനി നിങ്ങൾ ആരെയും കമൻറ്റിനൊന്നും ഇവള് റിപ്ലൈ തരൂല. ലൈവിലായിരുന്നാലേ ഇവളിങ്ങനെ ബള 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 പറഞ്ഞുകൊണ്ടിരിക്കും. ബാക്കി പറയടി.
എന്റെ ഇക്കാന്റെ ആൾക്കാരുടെ വീട്ടിലേക്കാണ് എന്റെ ഇക്കാന്റെ മയ്യത്ത് കൊണ്ടുപോയത്. കാരണം എന്താന്ന് വെച്ചാല് എന്റെ ഇക്കാന്റെ ഏട്ടൻ ചതിച്ച എന്റെ ഇക്കാന്റെ ഏട്ടന്റെ വീട്ടിലേക്ക് അവന്റെ ഉള്ള സത്യം പറയാല് അല്ല, അയാളൊരു പാവുമായിരുന്നു. എവളെ ഭർത്താവേ വെറും പാവുമായിരുന്നു. ഒരു ദുശീലങ്ങളാവട്ടെ ഒന്നുമില്ല. ആ മക്കളേന്നും പറഞ്ഞ് നടന്നതാണ്. പക്ഷേ എന്ത് കാരണമാണ് മരിക്കാൻ? എന്തെങ്കിലും ഒരു കാരണമില്ലാതെ മനുഷ്യൻ ആത്മഹത്യ ചെയ്യൂലല്ലോ. ഇതിപ്പോ എവള് വന്നിരുന്ന് തള്ളണ കേട്ടാൽ കൊള്ളാം. ഒന്നും ഞങ്ങള് മിണ്ടുകയില്ല. പിന്നെ അവന്റെ വീട്ടില് രാവിലെ തന്നെ കാവല് കെട്ടിപ്പോയിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ ഒക്കെ മരിച്ച ഉടനെ തന്നെ 9:30 ഞങ്ങളോട് സംസാരിച്ചു. 10 മണിക്ക് ഈ സംഭവം മരിച്ചിട്ടുണ്ട്. 10:30 ആകുമ്പോഴേക്കും ആ കടയിലത്തെ ഷോപ്പിലത്തെ ഒരു ചെക്കൻ വിളിച്ചിട്ടുണ്ട്. കടയിൽ നിൽക്കണ ഷോപ്പിലത്തെ ചെക്കൻ, നീ വേണമെങ്കിൽ അവരുടെയൊക്കെ മുന്നിൽ തെളിവ് കൊണ്ടുപാടാ, നീ നിർത്തി സംസാരിക്കും. വാടക വീടാണ്, അവള് ഇടിച്ചെല്ലാം തകർക്കണു, പൊളിച്ചിടും, മൊത്തത്തിൽ പൊളിച്ചിടും. ആ ലക്ഷണമാണ്. ഷെരീഫിന്റെ മണ്ടയ്ക്കും ഷെരീഫിന്റെ കുട്ടീരെ മണ്ടയ്ക്കും അതുപോലെ തന്നെ ഭാര്യയുടെ മണ്ടയ്ക്കും ഉമ്മാരെയും ബാപ്പാരെയും മണ്ടയ്ക്ക് ഇട്ട് അടിക്കാനുള്ളത് അത്രയും കൂടെ അവൾ അവിടെ തീർക്കുകയാണ്. ഷാജി ഇനി ഒരു വരവും കൂടെ ഷെരീഫിക്ക എന്തായാലും ഗുളിക തീർന്ന് ഒന്നുകിൽ ആരെങ്കിലും കൊണ്ടുപോയി ഗുളിക വാങ്ങിച്ചു കൊടുക്കാൻ നോക്ക്. അല്ലാതെ അത് തന്നെ ഒരുപാട് പേരുണ്ട്. അയ്യോ സാജിദ, നീ അങ്ങനെയൊന്നും പറയല്ലേ സാജിദ, നിനക്ക് പൈസ അയച്ചു തരാം, ഡ്രസ്സ് അയച്ചു തരാം. നീ നിർത്തി സംസാരിക്കടാ, എന്നെയും വിളിക്കടാ, ഞാൻ അവരോട് ചോദിക്കാടാ. ധൈര്യം ഉണ്ടോ നിനക്ക്? ഉണ്ടെങ്കിൽ നീ കൊണ്ടുപോവാ. അല്ല, മുമ്പ് ഇവളെ ആൾക്കാരുമായിട്ട്, അതായത് ഇവളെ ഭർത്താവായിരുന്നു, അയാൾ മരിച്ചുപോയി. അയാളെ ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ വന്ന് പറഞ്ഞതാണ്. മുമ്പ് ഒരുപാട് വിഷയങ്ങൾ വന്ന് പറഞ്ഞതാണ്. അതെല്ലാവർക്കും അറിയാമെന്നുള്ളത്. വീണ്ടും ഇരുന്നു കൊണ്ട് കൈമുറുക്കി പറയണ ഒരുത്തൻ എവിടെ, ദുബായിലോ അബുദാബിയിലോ എവിടെയോ ഒരുത്തൻ കിടപ്പുണ്ട്. അവൻ്റെ ഭാര്യയെ ഇവിടെ കളഞ്ഞിട്ട് അവൻ്റെ ഭാര്യയെ വേണ്ടെന്ന് പറഞ്ഞ് 2 മക്കളെയും കൊണ്ട് അവൻ ഗൾഫിൽ പോവേണ്. അവനുമായിട്ട് അവൾ കണക്ഷനായി. ഷെരീഫുമായിട്ട് അവനും തങ്ങളിൽ ഒത്തിരി വിഷയങ്ങളുണ്ട്. അവർ തങ്ങളിലുള്ള ഫൈറ്റിൽ ഇവൾ ചെന്നിരുന്ന് അവനെ സപ്പോർട്ട് ചെയ്ത് ഗൾഫിലുള്ളവനെ കമൻ്റ് ഇട്ടപ്പോൾ ഇപ്പം ഈ ഷെരീഫിനെ കുറിച്ച് ഒന്നും പറയൂല, കാല് പിടിച്ചോളാണ് ചെന്ന്. അവൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവൻ ശരിയല്ല. മുമ്പ് ഇവള് നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു. അവൻ എന്തൊക്കെ അയച്ചൊക്കെ കൊടുക്കും. ആദ്യം അവൻ്റെ ഭാര്യയെ അവൾ വിളിക്കുന്നു. ഭാര്യയെ വിളിച്ചിട്ട് ആ ഭാര്യയും ഭർത്താവും തങ്ങളിലുള്ള പ്രശ്നങ്ങൾ അവൾ മനസ്സിലാക്കി എടുക്കുന്നു. എന്നിട്ട് അവളെ ഭർത്താവിൻ്റെ വശം നിന്നും കൊണ്ട് ആ ഭാര്യയെ മോശക്കാരിയാക്കി അവൾ ചിത്രീകരിക്കുന്നു. ഷാജിദ ചിത്രീകരിച്ചിട്ട് അവളെ അങ്ങോട്ട് അടിച്ചിരുത്തി. അവർ തങ്ങളിലിപ്പോൾ ഡിവോഴ്സ് ആയെന്നോ, ഡിവോഴ്സിൻ്റെ വക്കാങ്ങണ്ടേക്ക് ആയി വന്നു. പക്ഷെ അവന് ഇച്ചിരി പോലെ എങ്ങനെയൊക്കെ ഇച്ചിരി പണമൊക്കെ ഉണ്ട്. അപ്പം അവൻ്റെ മക്കളെ കയ്യിലെടുത്തും കൊണ്ട് അവനിലോട്ട് അടുത്ത് എന്നിട്ടാണ് അവൻ്റെ വീഡിയോയ്ക്ക് അടിയിച്ചെന്ന് കമൻ്റ് ഇട്ട്. എങ്ങനെയുണ്ട്? ഇപ്പം ഷെരീഫ് അവനുമായിട്ട് വിഷയങ്ങൾ നടക്കണേണ്. ഇപ്പം ഷെരീഫിനെ കണ്ടുകൂടാ, മറ്റോനാണ് നല്ലത്. അവൻ ഇച്ചിരി കഞ്ചാവിൻ്റെ അടിമ അങ്ങനെയൊക്കെ ഉള്ള ഒരിതൊക്കെ ഉണ്ട്, ആളുകൾ രംഗത്തുനിന്ന് പറയുന്നുണ്ട്. അതെന്തോ ആവട്ടെ, എന്നാലും ഇവള് പറയുന്ന ഒട്ട് ശരിയല്ലല്ലോ. മോശക്കാരിയല്ല പറയുന്ന ആൾക്കാരനെയൊക്കെ ഈ പറഞ്ഞ് നിനക്ക് കേറ്റി തന്ന ആൾക്കാരനെ നീ ഇങ്ങോട്ട് കൊണ്ടുപോവാ. നീ അങ്ങനെ വിളിക്കാതെ, നീ അത് മാത്രം അങ്ങനെ അത് പറഞ്ഞിട്ട് നീ അങ്ങനെ ഫില്ല് ചെയ്യ് ഫുള്ള്. ഇത് സായിപ്പത്തിയാണെന്ന് തോന്നണം. അതുകൊണ്ടാണല്ലോ പകുതിയിൽ വെച്ച് ഒതുക്കണം. നീ നല്ലതുപോലെ പറയേ. ഷെരീഫെ പെണ്ണുങ്ങളുടെ അവിഹിതം പിടിക്കാൻ നടക്കണവനെ, ആണുങ്ങളുടെ അവിഹിതം പിടിക്കാൻ നടക്കണവനെ കണ്ട ഡൈവോഴ്സ് പറഞ്ഞ എവളെ കാര്യവും മറ്റോനാ ഗൾഫിതം പിടിച്ചതാണ് പ്രശ്നമായത്. എവളെ കാര്യം ആ ഗൾഫിൽ നിൽക്കണവൻ്റെ കാര്യം. ഇവർ രണ്ടുപേരും ഒരു കലപ്പയിലുള്ളവരാണ്. അതുകൊണ്ടാണ് ഇപ്പം ഇത് ഇത്രയും ഒരു ഇതാവണത് കേട്ടോ. ഇവക്ക് ആ തട്ടിപ്പോണതിൻ്റെ കാര്യം അതാണ്. എന്താ പറയാ, ഡൈവോഴ്സായ പെണ്ണുങ്ങളുടെ വാലും തൂങ്ങി നടക്കണം നായി. അവൻ്റെ ഭാര്യ ഡിവോഴ്സായി, അതുകൊണ്ട് അവക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന്, അവൻ്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യണം. അവള് സത്യം പറഞ്ഞ ഗുളിക നീ പോയി കഴിക്കും. പോയി മതിയാ, വെളിവൊന്നും ഇല്ല. വേറെ കേസാണ്. നീ ആദ്യം പോയി ആ ഗുളിക വാങ്ങിച്ച് കഴിച്ചിട്ട് നീ ആ കുട്ടികളെ വെച്ചിട്ട് സിമ്പതി പിടിച്ച് പറ്റുന്നുണ്ടല്ലോ. നിന്നോട് ഞാന് നോമ്പിന്റെ ടൈമില് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നോമ്പിന്റെ ടൈമില് ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത്. കാരണം എനിക്ക് നിന്നോട് പൊരുത്തപ്പെടിക്കണം എന്നല്ല, നിന്റെ ഉമ്മാനോടും നിന്റെ വൈഫിനോടും പിന്നെ നിന്റെ ഉപ്പാനോടും പൊരുത്തം ചോദിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം അവരൊന്നും ഇതില് പെടുന്ന ആൾക്കാരല്ല. നിന്റെ വായം കൊണ്ട് തന്നെ പറഞ്ഞു, ഷാജിക്കെതിരെയും മക്കൾക്കെതിരെയും വീഡിയോ ഇടുന്നത് ഞങ്ങൾ കാണാറില്ല. നിന്റെ വായം കൊണ്ട് തന്നെ നീ വന്ന് പറഞ്ഞത്. പക്ഷെ ഒന്നും കാണാറില്ല, അവരൊന്നും എനിക്ക് സപ്പോർട്ടില്ല. അതെന്തുകൊണ്ടാണ്? ആ ഉമ്മാക്ക് മക്കളുടെ
പോറ്റണത്, എത്ര കഷ്ടപ്പാടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിന്നെയൊക്കെ വളർത്തി കൊണ്ടുവന്നത് എന്ന് ആ ഉമ്മാക്കും ഉപ്പാക്കും, കാരണം നിനക്കും പെങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് അറിയുന്നോണ്ടാണ് അവര് ഞാൻ ഈ 5 എത്തി മക്കളെ ഇതാണ് എല്ലാത്തിലും കേറി എല്ലാരും ഇതാണ് പറച്ചില്. എത്തി മക്കള്. എനിക്ക് 3 എത്തി മക്കള്, എനിക്ക് 4 എത്തി മക്കള്, എനിക്ക് 5 എത്തി മക്കള്. ഇങ്ങനെ പറഞ്ഞ് ആളുകൾ കൊടുത്ത് ആളുകൾ കൊടുത്ത് പണം തിന്നു ഈ കൊടുക്കണ ആളുകൾ വിചാരിക്കണ്ടേ ഇതിങ്ങനെ കൊടുക്കണ്ട. യത്തീമെന്ന് പറഞ്ഞ വാപ്പായും ഉമ്മായും മരിച്ച കുഞ്ഞുങ്ങളല്ലേ? എനിക്കറിഞ്ഞൂടെ പൊന്നെ. എത്തിയും കുട്ടികളെന്നും പറഞ്ഞ് വന്നിരുന്നു തായേ പറഞ്ഞ് ലക്ഷങ്ങളുണ്ടാക്കി. ഇടയ്ക്ക് വെച്ചിട്ട് ഇവള് വീട് വെക്കാനായിട്ട് അവൾക്ക് വീട് വെക്കണമെന്നും പറഞ്ഞ് അങ്ങനെയും വീടിൻ്റെ എന്തോ ഇതൊക്കെ എടുത്തിട്ടിട്ട് അങ്ങനെയും കുറേ ഉണ്ടാക്കി. അപ്പം ഇങ്ങനെ സിമ്പതി പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കണത്? അല്ല പറയണത് പോട്ട്, ഇതിൽ വീഴണ കുറെ ആൾക്കാരുണ്ട്, അതാണ് കോമഡി. അത് സംഭവം എന്ന് വെച്ചാൽ ഇവര് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പം കുറെ അങ്ങ് വീണ് ഫ്ലാറ്റ്. പിന്നെ അതിന് ഇടയ്ക്ക് കുറെ അൽഹംദുലില്ലാ, ഹൈറ്, മാഷാ അല്ലാ, അസ്തഗ്ഫിറുല്ലാ ഇതൊക്കെ പറയുമ്പോ പിന്നെ സൂപ്പർ അടിപൊളി മോളെ സാജിദ എന്നും പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ പോവും മോള്. എന്തായാലും ഷെരീഫ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ വാസ്തവം എവള് ഷെരീഫിനെ വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ ഷെരീഫിൻ്റെ കുടുംബത്തെയൊക്കെ വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ പച്ച ഇറച്ചി തിന്നോണ്ടിരിക്കുകയാണ് ഷാജിദ. നീ ഇങ്ങനെ പച്ച ഇറച്ചി തിന്നത് കൊണ്ടോ അതിലിരുന്ന് പിച്ച തെണ്ടിയത് കൊണ്ടോ തെണ്ടിയാണ് നീ തിന്നണത്. പിന്നെ നീ ഇരുന്നും കൊണ്ട് ബാക്കിയുള്ളവർ പച്ച ഇറച്ചി തിന്നണം, ഷെരീഫ് പച്ച ഇറച്ചി തിന്നണം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ ഡാഷ് വെച്ച് വിളിക്കണ്ട കേട്ടാ, അത് നല്ലോണം അങ്ങ് പൂർത്തിയാക്ക്. എന്നിട്ട് മാഷാ അല്ലാ പറയേ, അതാണ് നല്ലത്. അപ്പോഴേ എല്ലാരും കൂടെ വന്നിരുന്നു കൊണ്ട് പറയും മോളെ സാജിദ എന്ന് പറഞ്ഞും കൊണ്ട് കുറെ എണ്ണം അതില് വരും. എന്തൊക്കെ അടുത്ത നോമ്പ് വരെ നോമ്പിന് വന്നിരുന്ന് തലേ ദിവസം പറയും എനിക്ക് പൊരുത്തം തരണം, എനിക്ക് മാപ്പ് തരണം, നിങ്ങളെല്ലാരും എനിക്ക് പൊരുത്തം തരണം. നല്ലത്.